ഈ കണ്ണോട് ഒരുപാട് ശൈഖന്മാർ, ഒരുപാട് രോഗികളെ, ശൈത്താനിയത്ത് ബാധിച്ച രോഗികളെ അടിച്ചിട്ട് ശൈത്താൻ ഇളക്കുന്ന ഒരുപാട് സ്ഥലം റിയാദിലുണ്ട്. സൗദി ഔഖാഫിന്റെ ലൈസൻസ് ഉള്ള കേന്ദ്രങ്ങൾ. അവിടെയൊക്കെ പറഞ്ഞത് പോലെ ഈ നാട്ടിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ ഇരട്ടത്താപ്പ്, വഹാബികളെ ഇരട്ടത്താപ്പ് നിങ്ങൾ അവസാനിപ്പിക്കണം. ലോകം പുരോഗമിച്ചിട്ടുണ്ട്, മനുഷ്യൻ മാറിയിട്ടുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തും എന്ത് നടക്കുന്നു എന്ന് സദാസമയവും ഇപ്പോൾ അറിയാനുള്ള പരിപാടി ലോകത്തുണ്ട്. ഇനി നിങ്ങൾ വരട്ട് തത്വവാദം നടക്കില്ല. അതുകൊണ്ട് വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, മരിച്ചവർക്ക് വേണ്ടി ദാനം ചെയ്യുക, മരിച്ചവർക്ക് വേണ്ടി ദാനം ചെയ്യുക എന്ന വിഷയത്തിൽ ആയിരക്കാൾ മുമ്പന്തിയിൽ അസ്ഹാബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വഫാത്തായി. ഹബീബിന്റെ അരികിൽ വന്നിട്ട് മുൻപാട് പറഞ്ഞു, പുണ്യ നബിയെ, എന്റെ ഉമ്മ വഫാത്തായി പോയല്ലോ നബിയെ, അയൻഫഉഹാ ഇൻ തസദ്ദഖ്തു അൻഹാ, ഉമ്മാക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ അത് ഉമ്മാക്ക് എത്തുമോ, അത് കബൂലാകുമോ എന്ന് ചോദിച്ചു സഅദ് ബിൻ ഉബാദ. നഅം, ഉമ്മാക്ക് എത്തും. എന്താ വേണ്ടത്? ഒരു കിണർ കുഴിച്ചു കൊടുക്കും. എന്നിട്ട് ആദ്യം ഒരു കിണർ കുഴിച്ചു. ആ നാട്ടുകാർ വെള്ളം മുക്കിക്കൊണ്ടുപോകും. മദീനയിൽ വെള്ളത്താമുള്ളതാണ്. ആളുകൾ വെള്ളം മുക്കിക്കൊണ്ടുപോകും. വെള്ളം മുക്കുമ്പോൾ അവർ പറയും, ആദാലി ഉമ്മി സായദിൻ, നമ്മൾ ഈ വെള്ളം കൊണ്ടുപോകുന്ന കൂലി ഉമ്മു സായദിൻ, സായദിന്റെ ഉമ്മാക്ക. എന്നാ സായദിന്റെ ഉമ്മ കുഴിച്ച കുഴിയ കിണറാണോ ഇത്? അല്ല. കുഴിച്ചതാരാ? സായദ് എന്നെ വിളിച്ചു. ഉമ്മ മരിച്ചിട്ട്, ഉമ്മ മരിച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക. മരിച്ചവർക്ക് വേണ്ടി 70,000 ഒരാൾ ദിക്ർ ചൊല്ലിയാൽ അത് അയാൾക്ക് ഉപകരിക്കുമെന്ന് ആര് പറഞ്ഞു? ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഫത്താവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70,000 ദിക്ർ ചൊല്ലിയാൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വഹാബികളിൽ അതന്നെപ്പോഴും സ്വഹാബികൾക്ക് അങ്ങനെ, സ്വഹാബികൾ ഏതൊരു ഖൈറിനെയും ഏതൊരു ബിർറിനെയും ഏതൊരു ഗുണമാകുന്ന കാര്യം ലൈസ ഫിൽ ആയത്തി വലാ ഫിൽ ഹദീസി അന്നൽ മയ്യിത ലാ യൻഫഉ ബിദുആഇൽ ഖൽഖി ലഹു വബിമാ യുഅമലു അൻഹു മിനൽ ബിർരി. ഏത് ഗുണം ചെയ്താലും മരിച്ചവർക്ക് വബിമാ യുഅമലു അൻഹു മിനൽ ബിർരി, ഏത് കാര്യം ഭക്ഷണം വെച്ചു കൊടുക്കുകയാണെങ്കിലും വേണ്ടില്ല, പൈസ വിതരണം ചെയ്യുകയാണെങ്കിലും വേണ്ടില്ല, കിണർ വെച്ചു കൊടുക്കുകയാണെങ്കിലും വേണ്ടില്ല, മറ്റേത് ചെയ്യുകയാണെങ്കിലും വേണ്ടില്ല, മരിച്ചവർക്ക് ഖുർആൻ ഓതിയാലും വേണ്ടില്ല, വബിമാ യുഅമലു അൻഹു മിനൽ ബിർരി. ആരാ എഴുതിയത്? നിങ്ങൾ നേതാവ് എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യയുടെ ഫതാവ 24-ാമത്തെ വാല്യം എടുത്തു നോക്കണം. ഏതും ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങളായ ഇമാമിങ്ങൾക്ക് തർക്കമേയില്ല. ബൽ അയിമ്മത്തുൽ മുസ്ലിമീന മുത്തഫിഖൂന അലാ ഇൻതിഫാഇൽ മയ്യിത്തി. ഇത്തരം ഏത് ഖുർആൻ ഓതിയാലും ദിക്ർ ചെയ്യാലും തഹ്ലീൽ ചെയ്യാലും മറ്റേത് ചെയ്താലും എന്ത് പ്രവർത്തനം ചെയ്താലും വബിമാ യുഅമലു അൻഹു മിനൽ ബിർരി, ഏത് ഗുണം ഭക്ഷണം വെച്ചു കൊടുത്താലും വേണ്ടില്ല, ഇനി പായസം വെച്ചു കൊടുത്താലും വേണ്ടില്ല, മധുരമുള്ള പായസം മധുരമില്ലാത്ത പായസം എന്താണെങ്കിലും വേണ്ടില്ല, ഹലുവ മുറിച്ചു കൊടുത്താലും വേണ്ടില്ല, എന്താണെങ്കിലും ഏത് സദഖ ഏത് പ്രവർത്തനവും എന്തും ഖുർആൻ ഓതിയാലും എന്താണ്? ഈ വിഷയത്തിൽ മുസ്ലിമീന മുത്തഫിഖൂന, മുസ്ലിമീങ്ങളായ നേതാക്കന്മാർക്ക് ഇമാമിങ്ങൾക്ക് ഇതിൽ ഏകോപിച്ചാഭിപ്രായമാകുന്നു. ആര് പറഞ്ഞു? വഹാബി ഇത് പറഞ്ഞത് കേന്ദ്രത്തിന്റെ കേന്ദ്രമുകാര. ആരായിരുന്നു പറഞ്ഞത്? നിങ്ങൾ ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യ തന്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സലാമുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പറയുന്നില്ല
ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ 3 ത്വലാഖ് ചെല്ലിയ എത്ര പെണ്ണുങ്ങളെ നിങ്ങൾ അതേ പുതിയാപ്പളക്ക് എത്തിച്ചു കൊടുത്തു? എന്താ ഈ വിഷയത്തിൽ സ്വയത്തിന്റെ മതമല്ല, എന്താ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മതമല്ല? ഉറക്കപ്പാറ കേന്നമ്മിനെതിരായതുകൊണ്ട് നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിനെയും തള്ളിയോ? 3 ത്വലാഖ് ചെല്ലിയ എത്ര പെണ്ണുങ്ങളെ അതേ പുതിയാപ്പളക്ക് പൊറപ്പിച്ചു? ഇവര് എത്ര ആൾക്ക് നോക്കി? ഈ വിഷയത്തിൽ എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മതം? മറ്റൊക്കെ അവിടെ നിൽക്കാം. ഷാഫി മതമൊക്കെ ഞങ്ങളുടെ പോകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു من بعده أبي بكر وعمر قال رسول الله നിങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാര്യം, നിങ്ങളെ കയ്യിൽ കാര്യം പോയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ നിലക്ക് പോകരുത്. നിങ്ങളൊന്ന് പുനഃപരിശോധിക്കുക. നന്നാകാൻ വേണ്ടി പറയാനേ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ല, ഈ വിഷയത്തിൽ എന്താ 3 ത്വലാഖ് ചെല്ലിയ ആളുകളെ പറ്റി 3 ത്വലാഖിനെ 3 ത്വലാഖായി കണക്കാക്കിയിരുന്നു സയ്യിദുനാ ഉമർ. ഒരാൾ തന്റെ ഭാര്യ എന്നല്ല ഞാൻ 3 ത്വലാഖും ചെല്ലിപ്പിരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു അങ്ങനെ പറയുന്നതൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു അങ്ങനെ പറയുന്നതൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു അങ്ങനെ പറയുന്നതൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ഈദ് 3 ത്വലാഖായി പരിഗണിച്ചിരുന്നു. ആര്? ഓർക്കപ്പാറ. നീ എന്തിനാ പേടിക്കണേ? ആര്? നീ എന്തിനാ പേടിക്കണേ? ഞാനല്ലേ പറഞ്ഞത്. ഉത്തരവാദി ഞാനല്ല. നിങ്ങൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണം. നിങ്ങൾ ചിന്തിക്കും. 3 ത്വലാഖ് ഒരാൾ ചെല്ലിന്ന് കേട്ടാൽ ഒറ്റയടിച്ച് ഞാൻ നിന്നെ 3 ത്വലാഖ് ചെല്ലിന്ന് ഒരാൾ പറഞ്ഞാൽ അതിനെ 3 ത്വലാഖായി കണക്കാക്കിയിരുന്നു. ആര്? സയ്യിദുനാ ഉമർ. ധൈര്യമായി പറ സയ്യിദുനാ ഉമർ. فكان يضربه അദ്ദേഹത്തിന് കോടതിയിൽ വന്നാൽ ഓട്ടിക്കുമായിരുന്നു. ഓട്ടിക്കുമായിരുന്നു. കൊണ്ട് കളിക്കല്ല. എന്റെ കയ്യിലുള്ള ഒരു പെണ്ണിനെ നിനക്ക് ഹറാമാക്കി 3 ത്വലാഖ് ഒറ്റയ്ക്ക് ചെല്ലാൻ പാടില്ലല്ലോ. അള്ളാന്റെ ഖുർആനോട് കളിക്കാനേ എന്ന് പറഞ്ഞ് അടിക്കുമായിരുന്നു. ആര്? സയ്യിദുനാ ഉമർ. നിങ്ങളെ മതമെന്താ? നിങ്ങളെ മതമെന്താ? വഹാബിലിന്റെ മതമെന്താ? എന്തിനാ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നാശാകുക? فأغفر وعران كريم افتخاره وعريض عن شتم الليل تكرما. വനരോധനങ്ങൾക്ക് മറുപടി പറഞ്ഞോളൂ. നിങ്ങൾ കൊച്ചുകുന്നത്തെ മാറ്റപ്പെടണ്ട. جماعة الله الذين لا تزال طائفة من أمتي ظاهرين على الحق حتى يأتي أمر الله. اللهم اجعلنا منهم. اللهم اجعلنا منهم. اللهم اجعلنا منهم. اللهم اجعلنا منهم. പഠിച്ചോനെ നിന്റെ മരണം വരെ ഖിയാമത്ത് നാൾ വരെ കാത്തു സൂക്ഷിച്ച മുത്തഖീങ്ങളെ കണ്ണി വായിക്കുമ്പോൾ ഈ സാധുക്കളായ ഞങ്ങളെയും അതിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളെയും